ഹായ് വെൽക്കം ടു ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു 15ാമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ആരോ സ്റ്റിച്ച് സെക്കൻഡ് മെത്തേഡാണ്. ഓക്കെ, ഞാൻ ഇന്നലെ ആ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ സെക്കൻഡ് മെത്തേഡും കൂടെ ഒന്ന് കാണിച്ചേക്കാം, അത് ഒത്തിരി യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. സത്യത്തിൽ നല്ല യൂസ്ഫുള്ളാണ്, കാരണം നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് എവിടെ എങ്ങനെ കൊടുക്കണമെന്ന് ചിലർക്ക് പിടികിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് വേറൊരു ഐഡിയയിലും കൂടി ഇത് ചെയ്ത് കാണിച്ച് തന്നാൽ നിങ്ങൾക്ക് അതും ഇതുമൊക്കെ നമുക്ക് ഒത്തിരി യൂസ് ആക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്ന സൂചി കുറച്ച് തിന്നായിട്ടുള്ള സൂചി എടുക്കണം, കാരണം ഞാനിവിടെ കൊടുക്കുന്നത് ട്യൂബ് ബീഡ്സ് ആണ് കേട്ടോ. കട്ട് ബീഡ്സ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ബീഡ്സ് ആണ് കേട്ടോ. ട്യൂബ് ബീഡ്സ് എന്ന് ചോദിച്ചാൽ മതി, കിട്ടും. അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പം സൂചി തിന്നായിട്ടുള്ള സൂചി എടുക്കണം. അതിനായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന രണ്ട് വര വേണം. അതിൻ്റെ മുകളിലത്തെ ലൈനിൽ നിന്നും കുത്തി പുറത്തോട്ട് സൂചി എടുക്കുക. എന്നിട്ട് അതേ മുകളിലത്തെ ലൈനിൽ തന്നെ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം സൂചി കുത്തി ഒന്ന് ചരിച്ച് താഴത്തെ ലൈനിൻ്റെ എൻഡിൽ കറക്റ്റായിട്ട് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഒരു വി ഷേപ്പ് കിട്ടും. ആ വി ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് കറക്റ്റായി നമ്മൾ സൂചി വെച്ച് അതൊന്ന് കറക്റ്റാക്കി ലെവലിൽ ബീഡാക്കി കൊടുത്തതിന് ശേഷം ആ ലെങ്ത്തിനനുസരിച്ച് ഒന്ന് കുത്തി കൊടുത്ത് താഴോട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതായത് താഴോട്ട് വലിച്ചെടുത്താൽ മതി, അത് ലോക്ക് ആയിക്കോളും. അതുപോലെ മൊത്തത്തിൽ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോവാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത്. സത്യത്തിൽ ഞാനിത് വേറെയും കുറേ വെറൈറ്റികളിൽ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഒത്തിരി ലോങ് ആയി പോവല്ലയോ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരിത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണെന്ന്. ഇതിപ്പം 2 ബീഡ്സ്, ഇനി ഇത് സമയത്ത് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ബീഡ്സ് സീക്വൻസ് ഒക്കെ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി ഞാൻ അതിൽ സീക്വൻസും കൂടെ വെച്ചൊന്ന് കാണിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു 4 സീക്വൻസും കൂടെ വെച്ചൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ഡ്രസ്സാണെങ്കിലും ശരി, അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒന്ന് നന്നായിട്ട് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ബ്രൈഡൽ ബ്ലൗസിലൊക്കെ സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വർക്കിൽ പ്രധാനപ്പെട്ട ഒരു വർക്ക് ഇതും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ വേറെയും വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇപ്പോൾ മീൻസ് നമ്മളിപ്പോൾ ഒരു ബ്രൈഡൽ ബ്ലൗസിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് ഏത് രൂപത്തിൽ കൊടുക്കണം എന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ കാണിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മുടെ ലാസ്റ്റ് കെട്ടിടേണ്ട രൂപം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതിലുപരി സെക്കൻഡ് സ്റ്റിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റിച്ച് എടുത്ത് എൻഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഏറ്റവും എൻഡിൽ തൊട്ടടുത്ത് അതായത് ഒരു ലൈൻ ചെറിയൊരു കുഞ്ഞു ലൈൻ മാറിപ്പോകുന്ന രീതിക്ക് മാത്രം സെക്കൻഡായിട്ട് സൂചി നമ്മൾ കുത്തിയെടുക്കണം കേട്ടോ. അതായത് ഒരു ഗ്യാപ്പ് നമ്മൾ ആ ഭാഗത്ത് വരാൻ പാടില്ല. സെക്കൻഡ് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സീക്വൻസ് വെച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നൂലൊക്കെ ചെയ്ത് കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു നൂല് മുറിച്ച് സെക്കൻഡ് സ്റ്റിച്ച്, അതായത് നമ്മൾ ഈ സീക്വൻസ് വയ്ക്കുന്ന ഇതാകുമ്പോഴത്തേക്കും നൂല് സെപ്പറേറ്റ് നൂലെടുത്തിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അല്ലാതെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതായത് നമ്മളിപ്പോൾ എവിടെയാണ് എൻഡ് ആക്കിയത് ആ എൻഡിൽ നിന്ന് അങ്ങനെ വന്നു പോവാം. അതെല്ലാം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ തന്നെ 2 ബീഡ്സും വെച്ചിട്ട് കട്ട് ബീഡ്സും വെച്ച് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. മനസ്സിലായി എങ്ങനെയാണെന്ന്. ആ 2 ബീഡ്സിൻ്റെ അവിടെ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക, സീക്വൻസ് ഇടുക, അതേ ലോക്കിട്ട് കൊടുക്കുക, അങ്ങ് താഴോട്ട് കുത്തി അങ്ങ് ലോക്കിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാണാൻ നല്ല രസമല്ലയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ കഴിയത്തുള്ളൂ. ഒപ്പം തന്നെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. ഇന്നത്തെ വാചകടി അവസാനിച്ചു. ബൈ.